നമ്മുടെയൊക്കെ കടമകൾ എന്തൊക്കെയാ? ഈ ഒരു ചോദ്യം നമ്മളെല്ലാവരും എപ്പോഴെങ്കിലുമൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവുമല്ലേ? ഇതിനൊരു ഉത്തരം കണ്ടെത്താൻ സഹായിക്കുന്ന വളരെ സിമ്പിൾ എന്നാൽ നല്ല ആഴത്തിലുള്ള ഒരു ഇന്ത്യൻ നാടോടി കഥയാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്. ഒരു തത്തയുടെ കഥയിലൂടെ ഉത്തരവാദിത്വത്തെക്കുറിച്ചുള്ള ചില വലിയ പാഠങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അപ്പോ ഒരു മോഷണം എപ്പോഴെങ്കിലും ഒരു കടമയായി മാറാൻ പറ്റുമോ? കേൾക്കുമ്പോൾ കുറച്ച് വിചിത്രമായി തോന്നുന്നുണ്ടല്ലേ? പക്ഷേ ഈയൊരു ചോദ്യമാണ് നമ്മുടെ കഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം. കഥ തുടങ്ങുന്നത് ഒരു വലിയ പണക്കാരന്റെ നല്ല വിളഞ്ഞു നിൽക്കുന്ന ഒരു നെൽവയലിലാണ്. ചുറ്റും ഇഷ്ടം പോലെ കാവൽക്കാരൊക്കെയുള്ള ഒരു വലിയ വയൽ. എല്ലാ ദിവസവും ഒരു കൂട്ടം തത്തകൾ ഈ വയലിലേക്ക് വരും. വയറ് നിറയെ നെൽമണികളൊക്കെ കൊത്തിത്തിന്ന് എന്നിട്ട് പറന്നുപോകും. ഇതായിരുന്നു അവിടുത്തെ ഒരു പതിവ് കാഴ്ച. എന്നാൽ ഇവിടെയാണ് കഥയിലൊരു ട്വിസ്റ്റ് വരുന്നത്. മറ്റെല്ലാ തത്തകളും വയറ് നിറച്ച് പറന്നു പോകുമ്പോൾ ഒരൊറ്റ തത്ത മാത്രം എന്തോ ഒരു പ്രത്യേക രീതിയിൽ പെരുമാറാൻ തുടങ്ങി. അത് വയറ് നിറയെ കഴിക്കും, എന്നിട്ട് പോകുമ്പോൾ കൊക്കിൽ കുറച്ച് നെൽക്കതിരുകൾ കൂടി കൊണ്ടുപോകും. സ്വാഭാവികമായും ഇത് കാവൽക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോ എന്തുകൊണ്ടായിരിക്കും ആ ഒരു തത്ത മാത്രം ഇങ്ങനെ കൂടുതൽ ധാന്യം കൊണ്ടുപോകുന്നത്? ആ ഒരു രഹസ്യം കണ്ടെത്താൻ തന്നെ കാവൽക്കാർ തീരുമാനിച്ചു. അതോടെ അവരുടെ അന്വേഷണം തുടങ്ങി. അങ്ങനെ ആ തത്തയെ പിടിക്കാൻ വേണ്ടി കാവൽക്കാര് ഒരു വല വിരിച്ചു. പതിവു പോലെ വന്ന ആ തത്ത ആ കെണിയിൽ കുടുങ്ങി. പിന്നെ ഒട്ടും വൈകിയില്ല. അവരതിന് നേരെ ഭൂവുടമയുടെ മുന്നിൽ കൊണ്ടുപോയി ഹാജരാക്കി. ഇനി എന്തായിരിക്കും സംഭവിക്കുക? ഭൂവുടമ തത്തയോട് നേരെ ചോദിച്ചു, "നീ നിനക്ക് വേണ്ടതിലും കൂടുതൽ ധാന്യം കൊണ്ടുപോകുന്നത് ഞാൻ കാണുന്നുണ്ട്. എങ്ങോട്ടാണ് നീ ഈ അധികമുള്ള നെൽക്കതിരുകളൊക്കെ കൊണ്ടുപോകുന്നത്?" ഇവിടെയാണ് ശരിക്കും ഈ കഥയുടെ ഹൃദയം വെളിപ്പെടുന്നത്. ആ തത്ത താൻ ചെയ്ത പ്രവൃത്തിയുടെ കാരണം വിശദീകരിക്കാൻ തുടങ്ങി. തത്തയുടെ മറുപടി വളരെ ലളിതമായിരുന്നു, പക്ഷേ അവിശ്വസനീയമാം വിധം ആഴമുള്ളതായിരുന്നു. അത് പറഞ്ഞു, 2 കതിരുകൾ ഒരു കടം വീട്ടാൻ, 2 കടം കൊടുക്കാൻ, പിന്നെ 2 ദാനധർമ്മത്തിനായിട്ട്. 6 ആകെ 6 നെൽക്കതിരുകൾ. ഒന്നോർത്തു നോക്കൂ, വയറു നിറയെ കഴിച്ചതിനുശേഷം ആ തത്ത കൊണ്ടുപോയിരുന്നത് വെറും 6 നെൽക്കതിരുകൾ മാത്രമാണ്. അപ്പോ എന്താണ് ഈ കടം വീട്ടലും കടം കൊടുക്കലും പിന്നെ ദാനധർമ്മവും? ആ തത്തയുടെ തത്വചിന്ത ശരിക്കും ഇതായിരുന്നു. കടം വീട്ടുന്നത് എന്ന് പറഞ്ഞാൽ കാഴ്ചയില്ലാത്ത പ്രായമായ തന്റെ മാതാപിതാക്കൾക്കു വേണ്ടിയുള്ളതാണ്. അതായത് ഭൂതകാലത്തോടുള്ള ഒരു കടമ. കടം കൊടുക്കുന്നതെന്ന് പറഞ്ഞാലോ പറക്കാൻ പഠിക്കാത്ത അതിന്റെ കുഞ്ഞുങ്ങൾക്കു വേണ്ടിയാണ്. അത് ഭാവിയിലേക്കുള്ളൊരു കരുതൽ. അവസാനത്തെ 2 ദാനമായി നൽകുന്നത് രോഗികളായ അയൽക്കാർക്കാണ്. അത് വർത്തമാനകാലത്തോടുള്ള, അതായത് നമ്മുടെ സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം. എന്നിട്ട് ആ തത്ത പറഞ്ഞു, "ഇതെന്റെ കടമയായിട്ടാണ് ഞാൻ കരുതുന്നത്. ഈ കടമ നിറവേറ്റുന്നതിനു വേണ്ടി നിങ്ങളുടെ കാവൽക്കാരെ പേടിക്കുന്നതുപോലെയുള്ള ഏത് അപകടസാധ്യതയും ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്." ആ വാക്കുകളിൽ നല്ല ദൃഢനിശ്ചയമുണ്ടായിരുന്നു. അപ്പോ തത്തയുടെ ഈ വാക്കുകളൊക്കെ കേട്ട ആ ഭൂവുടമ എങ്ങനെയായിരിക്കും പ്രതികരിച്ചത്? കഥ അതിന്റെ അവസാന ഭാഗത്തേക്ക് നീങ്ങുകയാണ്. തത്തയുടെ ആ കടമബോധം കേട്ടപ്പോൾ ഭൂവുടമയുടെ മനസ്സ് ശരിക്കും അലിഞ്ഞുപോയി. ദേഷ്യത്തിന് പകരം അദ്ദേഹത്തിന് ആ തത്തയോട് ഒരുതരം ബഹുമാനവും സ്നേഹവുമൊക്കെ തോന്നി. അദ്ദേഹം ആ തത്തയെ വളരെ സ്നേഹത്തോടെ സ്വതന്ത്രയാക്കി വിട്ടു. അപ്പോൾ ഇതിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പാഠമിതാണ്: തന്റെ കടമ കൃത്യമായി ചെയ്യുന്നവർക്ക് മറ്റുള്ളവരിൽ നിന്ന് എപ്പോഴും ബഹുമാനം ലഭിക്കും. ഒരു ചെറിയ തത്തയാണെങ്കിൽ പോലും അതിന്റെ ആ കടമബോധം അതിനെ ആദരണീയയാക്കി മാറ്റി. ശരി, ഈ പഴയ കഥയ്ക്ക് നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ എന്തു പ്രസക്തിയാണുള്ളത്? നമുക്കൊന്ന് നോക്കാം. ആ തത്തയുടെ പ്രവൃത്തികൾ സന്തുലിതവും ഉത്തരവാദിത്വവുമുള്ള ഒരു ജീവിതം എങ്ങനെ നയിക്കാമെന്നതിൻ്റെ ഒരു നല്ല മാതൃകയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഭൂതകാലത്തോടുള്ള കടമ, അതായത് നമ്മുടെ മുതിർന്നവരോട്; ഭാവിയോടുള്ള കടമ, നമ്മുടെ കുട്ടികളോട്; പിന്നെ വർത്തമാനകാലത്തോടുള്ള കടമ, അത് നമ്മുടെ സമൂഹത്തോട്. ഈ 3 കാര്യങ്ങളിലും നമ്മൾ ശ്രദ്ധ കൊടുത്താൽ നമുക്കും ഒരു മെച്ചപ്പെട്ട ജീവിതം നയിക്കാൻ സാധിക്കും. ഈ കഥ ഇവിടെ തീരുമ്പോൾ ഒരു ചോദ്യം ബാക്കിയാവുകയാണ്. ആ തത്തയെപ്പോലെ നിങ്ങളുടെ ജീവിതത്തിലെ ആ 6 ധാന്യമണികൾ ഏതൊക്കെയാണ്? നിങ്ങളുടെ കടമകൾ ആർക്കൊക്കെ വേണ്ടിയാണ് നിങ്ങൾ നിറവേറ്റുന്നത്? ഒന്ന് ആലോചിച്ചു നോക്കൂ, അല്ലേ?